കലോത്സവ വേദിയായ സെന്റ് ജോസഫ് HSSൽ നിന്നും ചന്തു എസ് നായർ ചേരുകയാണ്. യഥാർത്ഥത്തിൽ മത്സരങ്ങൾ ഉച്ചാവസ്ഥയിൽ തന്നെയാണ്. കാരണം ഇന്ന് കൊണ്ട് ഏകദേശം മത്സരങ്ങൾ പൂർത്തിയാകും. ഇപ്പോൾ തന്നെ ഏകദേശം 200 അടുത്തേക്ക് എത്തിയിരിക്കുന്നു മത്സരങ്ങളുടെ എണ്ണം. ആകെ 249 ഇനങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരും അതോടൊപ്പം തന്നെ കോഴിക്കോടും തൃശ്ശൂരും ഒപ്പത്തിനൊപ്പം മത്സരിക്കുകയാണ്. അവസാനം ആര് വരും എന്നുള്ള ആ വിജയകിരീടം ഏത് ജില്ലയ്ക്ക് അണിയാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു വാശിയേറിയ മത്സരം നടക്കുന്നത്. അതിന്റെ എല്ലാ തട്ടകങ്ങളിലും മികച്ച മത്സരം, വാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. നിളയിൽ രാവിലെ ഭരതനാട്യം നടക്കുന്നു. അത് പെൺകുട്ടികളുടെ HSS ഗ്രേഡിലെ ഭരതനാട്യമാണ്. ഉച്ചയ്ക്ക് ശേഷം സംഘനൃത്തമുണ്ട്. അതോടൊപ്പം തന്നെ ടാഗോർ തിയേറ്ററിൽ നാടക മത്സരം അരങ്ങേറുകയാണ്. അവിടെയും നിരവധി പ്രേക്ഷകരുണ്ട്. ചവിട്ട് നാടകവും നടക്കുന്നുണ്ട്. കാർത്തികനാളിലും മറ്റ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും എല്ലാ മത്സരങ്ങളും അങ്ങനെ വാശിയേറിയ മത്സരങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് ഇന്നുകൊണ്ട് ഏകദേശം തീരുമാനമാകും ഏത് ജില്ലയ്ക്കായിരിക്കും കപ്പിലേക്ക് അടുക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവസാന നിമിഷം വരെ അത് ഒരു ആശങ്കയായിട്ട് അല്ലെങ്കിൽ ഒരു ആകാംക്ഷയായിട്ട് നിലനിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം രണ്ടാം സ്ഥാനത്തിരിക്കുന്ന 2 ജില്ലകൾ, അതോടൊപ്പം തൃശ്ശൂരും കോഴിക്കോടും തുല്യ പോയിന്റ് പങ്കിട്ടിരുന്നപ്പം കണ്ണൂരിന് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ജില്ലയ്ക്കുള്ള വാശി കൂടുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇന്ന് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് 10 മണിക്കുള്ളിൽ തന്നെ നിർത്താൻ കഴിയുന്നു എന്നുള്ളതും അച്ചടക്കത്തോടെ അപ്പീലുകൾ അധികം ഇല്ലാതെ മികച്ച നിലവാരത്തിൽ മത്സരങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതും സംഘാടകർക്ക് പ്രശംസ അവർക്ക് കിട്ടുന്ന സംഗതി തന്നെയാണ്. മാത്രമല്ല കുട്ടികൾക്ക് അധികം കാത്തിരിപ്പ് ഇല്ലാതെ തന്നെയാണ് എല്ലാ മത്സരങ്ങളും നടക്കുന്നത്. ചിട്ടയായും അച്ചടക്കത്തോടെയും നടക്കുന്നു. ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ്.